ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് കൃതി ബേബിയുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണണം. ഇത് ഞാൻ അവളെ പ്രസവിക്കാൻ പോണതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ ആണ്. ചിരിയായ ഒരുപാട് വീഡിയോസും കുറുമ്പത്തരവും ഒക്കെ അടങ്ങിയ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഇന്ന് അവളൊരു ബ്ലോഗല്ലേ, അപ്പോൾ അവളതായ കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ ആണല്ലേ കെതി ബേബി. അപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരട്ടെ, ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഇനി അടുത്ത കാഴ്ചകൾ അമ്പലത്തിലെ കാഴ്ചകളായിരിക്കും. അപ്പം ഞങ്ങളെ പടക്കുതിരയൊക്കെ ഇറക്കി ഞങ്ങൾ പോയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ, എന്നാൽ മാത്രമുള്ളൊരു ഫ്ലോയിൽ കിട്ടണം. അപ്പോൾ അതാ ഞങ്ങൾ അമ്പലത്തിലെത്തി. ഞാൻ വഴിപാടും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആൾക്കാരൊക്കെ വരുന്നുള്ളൂ കേട്ടോ. ഞങ്ങളാണെങ്കിൽ നേരത്തെ പോയി ചെയ്തത്, അത് ഞങ്ങൾക്ക് പണിയായി. കാരണം ഞങ്ങൾ ഫാൻസിലും കാര്യങ്ങളൊക്കെ ബലൂണും കാര്യങ്ങളൊക്കെ വാങ്ങണമെന്നൊക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് പോരുന്ന സമയത്ത് വാങ്ങാൻ കിട്ടിയില്ല. കാരണം നേരത്തെ പോയതുകൊണ്ട് ഞങ്ങൾക്ക് കട ഒന്ന് തുറക്കണ്ടേ. അപ്പോൾ അതാ ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ കരുതിട്ടോ. ഞങ്ങൾ വീട്ടിലെത്തി. ഇവിടെ അമ്മയില്ല, അച്ഛനില്ല, അനിയൊന്നും കേട്ടോ. ഓരോ ചുറ്റുപാടും കാര്യങ്ങളായിട്ടൊക്കെ പോകുന്നതാണ്. അപ്പം ഞങ്ങൾ ഇനി വൈകുന്നേരത്തിലുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള വണ്ടിപ്പായ്ച്ചെല്ലാം ചോറൊക്കെ ഉണ്ടാക്കണം ഉച്ചത്തേക്ക്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഇനി റെഡിയാക്കേണ്ടത് എൻ്റെ മാത്രം ഡ്യൂട്ടിയാണ്. ഇപ്പോൾ ബിരിയാണി കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഏട്ടൻ നല്ല ഹെൽപ്പ് ചെയ്തുകൊണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ ചടപടായി നടക്കും. അതിൻ്റെ സൗണ്ടൊക്കെ അടഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനത്തെ ശബ്ദം. അപ്പോൾ അതാ ബലൂണും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ട് ഞങ്ങൾ ഫുൾ സെറ്റായി. കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി റെഡിയായി നിൽക്കട്ടെ. അതിനിടയിൽ ചെറുതായിട്ട് അന്ന് മഴ പെയ്തു. അപ്പോൾ തന്നെ ഞങ്ങളെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും കാത്തു നിൽക്കണം.
അപ്പം അങ്ങനെ ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സുകൾ 4 ആൾ വന്നിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ ഞങ്ങൾ കേക്ക് മുറിക്കാൻ നിന്നു. ഇനി നിലമ്പൂരുകാർ വരാനുണ്ട്, ഏട്ടൻ്റെ വീട്ടുകാർ. അപ്പോൾ പിന്നെ കുറേ സംസാരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡ് അടി തുടങ്ങിയത്. അപ്പോൾ ഞാൻ വീഡിയോ അങ്ങനെ എടുത്തു എന്നുള്ളൂ. അപ്പോൾ ഫുഡ് അടിയും കാര്യങ്ങളും. അപ്പോൾ നിലമ്പൂരുകാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ ഒരേ ഒരു അനിയനുള്ളൂ. അപ്പോൾ അവൻ കേക്ക് കൊണ്ടുപോകാൻ വന്നത്. അപ്പോൾ ആ ഒരു കേക്ക് കട്ട് ചെയ്യുകയാണ് ഞങ്ങൾ. പിന്നെ ഇതാട്ടോ ഏട്ടൻ്റെ അനിയന്. അതിൻ്റെ ഇടയിൽ പോകലും വരലും കഴിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പോയതിന് ശേഷം ഞങ്ങൾ ഗിഫ്റ്റൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കുന്നു. അപ്പോൾ അവർക്ക് ആവശ്യമില്ല കളിക്കാനുള്ളതും ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഗിഫ്റ്റായിട്ട് കിട്ടിയതുള്ളത്. അപ്പോൾ കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഏട്ടൻ്റെ കൂടെ